ഹരിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. എന്താടാ ഞാൻ കള്ളിന്റെ പുറത്ത് എന്റെ കുത്തിനെ പിടിച്ചു. കഴിഞ്ഞ 2-3 മാസങ്ങളായി മലയാളത്തിൽ നിന്നെത്തിയ കുറച്ച് സിനിമകൾ, ഇപ്പോൾ OTTയിൽ നിറഞ്ഞോടുന്ന സിനിമകൾ. ആ സിനിമകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ കാണാൻ കൊള്ളാവുന്നതും കൊള്ളുകേലാത്തതുമായ കുറച്ച് സിനിമകളെ നമ്മളിങ്ങനെ വിലയിരുത്താൻ പോകുന്നു. ആദ്യം കാണാൻ കൊള്ളാവുന്ന സിനിമകൾ. അതിൽ ഒന്നാമത്തത് അത് തന്നെ തുടരും. OTTയിലും തുടരും, തിയേറ്ററിലും തുടരും, അത് കഴിഞ്ഞ് മൊബൈലിലും തുടരും. എന്നാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു മികച്ച സിനിമ അതാണ് തുടരും. ഒന്നാമത് ലാലേട്ടൻ്റെ ആ ഒരു പഴയ ഗാംഭീര്യത്തിൽ അങ്ങനെ തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സുഖം. പിന്നീട് നല്ല അട്ടിത്തറയായിട്ട് നല്ല ഗംഭീരമായൊരു കഥ, അതിനൊപ്പം തന്നെ നല്ല അടിപൊളി മേക്കിംഗ്, പിന്നെ എല്ലാ താരങ്ങളെയും നിരത്തിയിരിക്കുന്ന രീതി, അതൊക്കെ ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രതികൂല സാഹചര്യങ്ങൾ അത് പ്രേക്ഷകരെ വളരെയധികം ഇഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. അതിനൊപ്പം തന്നെ ഈ സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും കയ്യിലെടുക്കുന്ന ഒരു സിനിമ കൂടിയാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അങ്ങനെയും മേക്ക് ചെയ്തിട്ടുണ്ട്. ത്രില്ലിംഗ് ആണെങ്കിൽ അതും ആവശ്യത്തിനുണ്ട്. അങ്ങനെ എല്ലാ ഘടകങ്ങളും കൂട്ടിച്ചേർത്ത ഒരു ഗംഭീര സിനിമ അത് തന്നെയാണ് തുടരും. രണ്ടാമത്തെ ചിത്രം എനിക്ക് തോന്നുന്നു തുടരും എന്ന സിനിമയോട് ഏകദേശം കിടപിടിക്കുന്ന അത്രയും തന്നെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതാണ് പൊന്മാൻ എന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ ബേസിൽ ജോസഫിൻ്റെ മറ്റൊരു വേറിട്ട മുഖമാണ് ആ സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. അതിഗംഭീരമായ പ്രകടനം ബേസിൽ ജോസഫും ലിജാമോളും സജിൻ ഗോപുവും ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അവർ മാത്രമല്ല, ഇതിലുള്ള എല്ലാ താരങ്ങളും ഗംഭീര പ്രകടനമാണ്. അതിൽ ചെറുതായി വന്നിരിക്കുന്നവർ പോലും കയ്യടി നേടുന്ന തരത്തിൽ ഈ സിനിമയിൽ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ഒരു വലിയ പ്ലസ് പോയിൻ്റാണ്. അതിനൊപ്പം തന്നെ നല്ല ബലമുള്ള ഒരു കഥയും തിരക്കഥയും അത് നന്നായി മേക്ക് ചെയ്തിരിക്കുന്നു. സിനിമയ്ക്ക് ആവശ്യമുള്ളത് നൽകി പ്രേക്ഷകരെ അതിൽ പിടിച്ചിരുത്തിയ ആ സിനിമ A to Z തിയേറ്ററിൽ നമ്മളെ രസിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ OTTയിലും അതിഗംഭീരമായി രസിപ്പിക്കുന്നു. അതാണ് പൊന്മാൻ എന്ന സിനിമ. ഈ രണ്ട് സിനിമകൾക്കൊപ്പം അത്രയും അങ്ങ് പിടിച്ചു കയറിയിട്ടില്ലെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കാര്യത്തിൽ പടക്കളം മൂന്നാമത് തന്നെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ കഥ പറഞ്ഞു പോയ, നല്ല രീതിയിൽ ത്രില്ലടിപ്പിക്കുന്ന, നല്ല രീതിയിൽ രസിപ്പിക്കുന്ന, അത്യാവശ്യം ഹാസ്യം നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമ അതാണ് പടക്കളം. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കാസ്റ്റിംഗ് അതൊരു മികച്ച തീരുമാനമാണ്. സുരാജ് വെഞ്ഞാറമൂടും ഷറഫുദ്ദീനും സന്ദീപ് പ്രതിയും ഒക്കെ അതിഗംഭീരമായി സ്ക്രീനിൽ പ്രകടനങ്ങൾ നടന്നുകൊണ്ട് എനിക്കൊരു മിസ്കാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തതിൽ നായികയുടെ മാത്രമേ ഉള്ളൂ. അവരത്ര പെർഫോംഡ് അല്ല പല ഘട്ടങ്ങളിലും വന്ന് ആ സിനിമ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ആ സിനിമ അതിഗംഭീരമായ ഒരു സിനിമയാണ്. നല്ലൊരു കഥയുണ്ട്, നല്ല രീതി ത്രില്ലിംഗ് ഉണ്ട്, നല്ല രീതി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് പടക്കളം. നാലാമതായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരേപോലെ നിൽക്കുന്ന 2 സിനിമകളുണ്ട്. രണ്ടും ഏകദേശം 2 ജോണറിൽ കഥ പറഞ്ഞു പോയതാണെങ്കിലും രണ്ടും ഒരേ റേറ്റിംഗ് നമ്മൾ പ്രേക്ഷകർ കാണുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എനിക്കതിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് പൈങ്കിളിയാണ്. അതുകൊണ്ട് പൈങ്കിളിയെക്കുറിച്ച് പറയാം. ഇതിന് മുൻപിൽ നിന്ന് മാറ്റാത്ത ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ പൈങ്കിളി. ഏതാണ്ട് അതേ ഒരു റേറ്റിംഗ് നൽകുകയാണെങ്കിൽ അതുപോലെ തന്നെ നിൽക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാന. എനിക്കതിനകത്ത് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയത് നമ്മുടെ നസ്ലിനെ പോലൊരു നടനെ കൊണ്ടുവന്നിട്ട് നസ്ലിന് അതിനകത്ത് വേണ്ട പ്രാധാന്യം നൽകപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ നസ്ലിൻ കുറച്ചുകൂടെ ആ തിരക്കഥ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു റോളിൽ കുറച്ചുകൂടെ തിളങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ നസ്ലിന് നൽകേണ്ടതായിരുന്നു എന്ന് നസ്ലിൻ്റെ ഒരു കടുത്ത ആരാധകനായതുകൊണ്ട് ആവാം എനിക്ക് അങ്ങനെ തോന്നിപ്പോയിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമ രസകരമായൊരു സിനിമ തന്നെയാണ്. ബോക്സിങ്ങൊക്കെ നല്ല രീതിയിൽ പഠിച്ച് അതിന് വേണ്ടിയിട്ട് തന്നെ നല്ലോണം വർക്കൗട്ട് ചെയ്തിട്ടാണ് ആ ഒരു സാധനമൊക്കെ നമ്മുടെ മുൻപിലേക്ക് തരുന്നത്. ഒരു കോമാളിത്തരമല്ലത്. അങ്ങനെ സിനിമ നല്ല രസകരമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അതിനൊപ്പം നല്ല ത്രില്ലിംഗ് ഉണ്ട്. പിന്നെ സിനിമയുടെ ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം അങ്ങനെ ലാഗടിച്ച് വരുന്നുണ്ടെങ്കിലും പിന്നെ സിനിമ നന്നായി സ്പീഡിലേക്ക് വരുന്നുണ്ട്. ആ ഒരു സ്പീഡ് നിലനിർത്തി അവസാനം വരെ എത്തിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ നസ്ലിൻ്റെ പ്രകടനം അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളവരൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ലുക്മാൻ അവറാനാണെങ്കിലും ഗണപതിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലേക്ക് ആ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നസ്ലിൻ്റെ വേഷമോ നസ്ലിൻ ചെയ്തത് മോശമാണ് എന്നുള്ളതല്ല കേട്ടോ. നമുക്ക് അതിനകത്ത് ആ ഒരു സംഗതി കുറച്ചുകൂടെ നസ്ലിന് അതിനകത്ത് ഒരു നായകൻ എന്ന രീതിയിൽ കുറച്ചുകൂടെ സംഗതികൾ കിട്ടണമായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. എങ്കിലും നസ്ലിൻ ചെയ്ത സാധനവും വേഷവും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആലപ്പുഴ ജിംഖാന. പിന്നീടുള്ളത് ഇനി പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ചു തുപ്പി പോകുന്ന അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകാൻ തോന്നുന്ന ചില സിനിമകളാണ്. അതിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്ന സിനിമയിൽ നിന്ന് തുടങ്ങാം. കാരണം അത് ജനപ്രിയ സിനിമയും ജനപ്രിയ തള്ളുമൊക്കെ ആയിട്ട് വന്നതും ഇപ്പോഴും നിറഞ്ഞു നിന്ന് ചുമ്മാ ആളുകൾ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അതിനെതിരെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരെ ചീത്ത പറഞ്ഞ ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ശരിക്കും ആ സിനിമ തിയേറ്ററിൽ ഞാൻ പോയി കണ്ടില്ല. ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് കാണുന്നത്. കണ്ടപ്പോൾ ഞാൻ ഓർത്തത് അത് അന്ന് ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരെ എന്തിനാണ് കുറ്റം പറയുന്നത്? അവർ പറഞ്ഞത് കുറച്ചുകൂടെ പറയണമായിരുന്നു തോന്നുന്നു. എന്തൊരു ബോറ് സിനിമയാണ്. ഒരു രസകരമായിട്ട് അതിനകത്ത് ഒന്നുമില്ല. അതായത് ഇപ്പോഴത്തെ സിനിമകൾ എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലിലാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമ്മുടെ ആസ്വാദനത്തിൻ്റെ തലം തന്നെ മാറിപ്പോയി.
പണ്ടത്തെ തരത്തിൽ കോപ്രായങ്ങൾ കാണിച്ച് വളിപ്പ് കാണിച്ച് സിനിമകളൊന്നും എത്തിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒന്നാമത് ആ തരത്തിലേക്കൊക്കെ സിനിമയുടെ ഒരു ലെവൽ തന്നെ മാറിപ്പോയി. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പണ്ട് ദിലീപൊക്കെ അഭിനയം തുടങ്ങിയ സമയത്ത് ഈ കോമഡി സ്കിറ്റുകൾ ചെയ്യുന്ന തരത്തിൽ അത്തരത്തിലൊരു കഥയൊക്കെ എടുത്തു വെച്ചിട്ട് അതുകൂട്ടൊരു ആക്ഷേപഹാസ്യമാക്കാൻ ശ്രമിക്കുന്നു. സോഷ്യൽ മീഡിയയുമായിട്ട് സംബന്ധിച്ച് ഒരു സാധനം അതൊക്കെ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ അതിനകത്ത് നായികയെ കൊണ്ടുവരുന്ന സീന്, ആ കല്യാണം, അതൊക്കെ പക്ക ക്ലീഷയാണ്. കണ്ടിരിക്കുന്നവർക്ക് തന്നെ നാണക്കേട് തോന്നും, എന്തോന്ന് ഇത് കാണിക്കുന്നത്. അതുപോലെ ബിന്ദു പണിക്കരൊക്കെ എന്താണ് കാണിക്കുന്നത്, സിദ്ദിഖ്, അത്രയും നല്ല നടീനടന്മാരൊക്കെ അവിടെ വന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ, മഞ്ജു പിള്ള, അവരെയൊക്കെ കിട്ടിയിട്ട് അവരെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ ധ്യാൻ ശ്രീനിവാസനെയൊക്കെ നമ്മൾ പിന്നെ ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെയുള്ള സിനിമകളാണ് മൊത്തം ചെയ്യുന്നത്. പുള്ളി അത് തെരഞ്ഞു പിടിച്ച് സെലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ദിലീപും ഏതാണ്ട് അങ്ങനത്തെ സിനിമകളാണ് ഇപ്പോൾ കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ തൊട്ടിപ്പടങ്ങളും ഒക്കെയാണ്. ശരിക്കും അത് കാണുമ്പോഴും പണ്ട് കണ്ടപ്പോഴും ഒക്കെ ദിലീപിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പടങ്ങളൊക്കെ കാണുമ്പോഴും ദിലീപൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട. ഈ നായകനിരയിൽ നിന്ന് നായക വേഷത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ രണ്ടാം നിര നായകനായിട്ടോ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ക്യാരക്ടർ വേഷങ്ങളൊക്കെ ദിലീപിന് ഇനി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ്. കാരണം ഇതുപോലുള്ള ഈ കോമാളിത്തരങ്ങളും ഒരു ഷഡ്ഡി വലിച്ച് കയറ്റിയിട്ട് ഫോൺ വിളിച്ച് തെറ്റിപ്പോയി നടന്നു പോകുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ തന്നെ വെച്ച് നാദൃഷ പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ട് തിയേറ്ററിൽ കൂക്കുവിളി കെട്ടില്ല, തിയേറ്ററിലല്ല OTT തന്നെ കൂക്കുവിളി കെട്ട് ഓടിപ്പോയൊരു സാധനമാണ്. ആ സാധനമൊക്കെ വീണ്ടും വെച്ച് പരീക്ഷിക്കുക. അതുപോലെ പഴയ കാലം മുതൽ ദിലീപ് ചെയ്തിരിക്കുന്ന അവിഞ്ഞ കോമഡികളും നല്ല കോമഡികളും ഒക്കെ എടുത്തു വെച്ചത് അവിച്ച് കളയാനായിട്ട് ശ്രമിച്ചിരിക്കുക. അങ്ങനെ ഒരു നല്ല നിഷ്കു, നല്ല കുട്ടൻ, നല്ല ജനപ്രിയനൊക്കെ ആകാൻ ദിലീപ് വീണ്ടും ശ്രമിച്ച് ചീഞ്ഞളിഞ്ഞ് തീട്ടമായിട്ട് കാർക്കിച്ചു തുപ്പാൻ തോന്നുന്ന അവസ്ഥയിൽ ദിലീപ് അവസാനം പര്യവസാനിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി. എന്തോന്ന് കൂതറയാണ്. പുള്ളിക്ക് ഇതൊന്നും മാറ്റി, പുള്ളിക്ക് ബോറടിക്കുന്നില്ല തോന്നുന്നു ഇതുപോലത്തെ കൂതറ സിനിമ ചെയ്യുന്നു. ഓക്കെ, അത് അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ അത് പര്യവസാനിക്കുമ്പോൾ പിന്നെയുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു കോമാളിത്തരം സാധനമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോമൻസ് ന്യൂ ജനറേഷൻ കൂതറ എന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാം കൂടെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാധനത്തേക്ക് ബൂസ്റ്റ് ചെയ്ത് വെച്ച് ആ ഒരു തരത്തിൽ കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കൂതറയാക്കി അവതരിപ്പിക്കുക. അതാണ് ബ്രോമൻസ് എന്ന് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മാത്യുവിനെ കൊണ്ടുവന്ന് മാത്യുവിനെ കുളമാക്കി അഭിനയിപ്പിച്ച് അത് സംവിധാനം ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് തോന്നുന്നില്ലേ ഇത് മാത്യു ചെയ്യുന്നത് ഇത്ര ഓവറാണെന്ന്. അങ്ങനെ അത് ചെയ്തു വെച്ചിട്ട് അങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് പേര് വിമർശിച്ചു പോയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് അങ്ങനത്തെ ഒരു കൂതറ ബ്രോമൻസ്. പിന്നെ അടുത്ത ഒരു സാധനം എന്ന് പറയുന്നത് മരണം മാസ്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ഈ ബേസിലിനെയൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചു കൊടുക്കും. ബേസിൽ അതിനകത്ത് ഞാനങ്ങ് ഇല്ലടാ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാളെ വിളിച്ച് വലിച്ചു വാരി കൊണ്ടുവന്ന് നമ്മുടെ ടോവിനോ അത് എന്തിനാണ് നിർമ്മിച്ചതെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത്. എനിക്കൊന്ന് ചിലവ് ചുരുക്കി വളരെ ലോ ബഡ്ജറ്റിലൊക്കെ ടോവിനോ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ഈ ബേസിലിനൊന്നും പൈസ കൊടുക്കാതെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാകാം, അതൊക്കെ കൊണ്ടാവാം. അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ട് സാധനമായിപ്പോയി. അതിനകത്തൊരു ശക്തമായ ഒരു കഥ പോലുമില്ല, എന്തോ കാണിച്ചു വയ്ക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ റീൽ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ട് റീൽ ചെയ്യുന്ന പോലത്തെ ഒരു സാധനമാണ്. അങ്ങനെ എന്താ പറയുക, ബോറടിച്ച് മരിച്ചു. ഒരു തരത്തിലും ചിരിക്കാനായിട്ട് നമ്മളിങ്ങനെ മരണമാസമൊക്കെ കേട്ട് നമ്മളതിൻ്റെ മൊത്തത്തിൽ ഒരു സാധനമൊക്കെ കണ്ട് നമ്മളിങ്ങനെ വായൊക്കെ തുറന്ന് ചിരിക്കാനായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. ഒരു സാധനം എടുത്ത് ഒരു ശകലം പോലും ഹാസ്യം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒരു കോമഡി വർക്കൗട്ട് ആകുന്നില്ല. അത് നമുക്ക് ഒരു ശകലം പോലും ചിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കൂതറ സാധനമാണ് മരണമാസം. അതിനകത്ത് ആകെ ഒരു രസകരമായിട്ട് തോന്നുന്ന അച്ചായിയാണ്. നമ്മുടെ ഒരു അച്ചായിയെ കൊല്ലാൻ വേണ്ടി വരുന്നു. ആ അച്ചായി കിടന്നൊരു കുറേ പെർഫോമൻസ് ഉണ്ട് ബാറിലൊക്കെ ഇരുന്നു. അച്ചായിയുടെ കൂതറ അഴിഞ്ഞാട്ടം അത് അച്ചായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ചായി ഒഴിച്ച ബാക്കി ആരും അതിനകത്തൊരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ നമ്മുടെ രാജേഷ് മാധവൻ നന്നായിട്ട് ആ ഒരു സൈക്കോ കില്ലറുടെ വേഷവും ആ ഒരു സാധനമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ട് അത് പുള്ളി ആ ഒരു തരത്തിൽ തന്നെ പുള്ളി അത് കളയാതെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നിലവാര തകർച്ചയുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രിൻസ് ആൻഡ് ദ ഫാമിലിയും മരണമാസും ബ്രോമൻസും ഇപ്പോഴും അനാഥപ്രദങ്ങളെപ്പോലെ OTTയിൽ അലഞ്ഞു നടക്കുന്നു, പ്രേക്ഷകരെ കിട്ടാനില്ലാതെ. എന്നാൽ ഇപ്പോഴും OTTയിൽ വീണ്ടും പ്രേക്ഷകർ ഇരുന്ന് ആസ്വദിക്കുന്നു. തുടരും പൊന്മാൻ, അതുപോലെ തന്നെ നമ്മുടെ പടക്കളം, പിന്നെ ഈ ആലപ്പുഴ ജിംഖാന. അതിന് വലിയ പ്രേക്ഷകരൊന്നുമില്ല, അത്യാവശ്യമൊക്കെ ആവറേജൊക്കെ. ഇപ്പോൾ പ്രേക്ഷകർ തീരെ കുറഞ്ഞു. അതുപോലെ തന്നെ പൈങ്കിളിക്കും ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല. അത് TV-യിലും വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഈ രണ്ടെണ്ണവും ഇല്ല. എങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാം എന്നുള്ളതുള്ളൂ. അങ്ങനത്തെ കുറേ സിനിമകളാണ് നമ്മൾ പരിചയപ്പെട്ട്. ഇപ്പോൾ വീണ്ടും നല്ല സിനിമകളുമായി കാണാം. ബൈ.